ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ട് അവർക്കുള്ള ഏക മറുപടി എന്താണ്? ഇത് കോൺഗ്രസ് എന്തുകൊണ്ട് ഇത് നേരത്തെ ഫ്ലാഗ് ചെയ്ത് നേരത്തെ പറഞ്ഞില്ല? ഒന്ന് ആലോചിച്ച് നോക്കുക. നേരത്തെ പറഞ്ഞ് പിന്നെ പറഞ്ഞൊക്കെ മാറ്റി വെക്കുന്നു. ആരും പറഞ്ഞില്ലെന്ന് വിചാരിക്കുക. ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്തമില്ലേ? ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനനുസരിച്ച് മാത്രം കറക്റ്റീവ് സ്റ്റെപ്പ് എടുക്കാനുള്ളതാണോ? അവർ ഈ സംഗതി നടത്താൻ ഉത്തരവാദപ്പെട്ട ഭരണഘടനാ സ്ഥാപനമാണ്. അവർക്ക് അതിനാണ് ശമ്പളം കൊടുത്തിരിക്കുന്നത്. അവരെ ഇത് രാജ്യമെങ്ങും ബഹുമാനിക്കുക എന്തുകൊണ്ടാണ്? അവർ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു ഏജൻസിയാണെന്നുള്ളതാണ്. അതുകൊണ്ട് അവരിറക്കുന്ന ഒരു ഇലക്ഷൻ എന്താണ് പോളിംഗ് പത്രത്തിൽ എന്തായാലും പട്ടികയിൽ അതിനകത്തൊരു ബ്രസീലിയൻ നടി വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ, ഒരു ബ്രസീലിയൻ മോഡൽ വന്ന് 22 സ്ഥലത്തുണ്ടെങ്കിൽ അത് ഒരാൾ ഫ്ലാഗ് ചെയ്യണോ? ഒരാൾ ഫ്ലാഗ് ചെയ്തിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. 5 ലക്ഷത്തിൽ ചില്ലാൻ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഹരിയാനയിലെ BJPയുടെയും കഴിഞ്ഞ 2024 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, ഒടുവിലത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഡിഫറൻസ് എത്രയാണ്? 0.6% ആണ്. 1.5 ലക്ഷം വോട്ട്. റേസർ തിൻ 1.5 ലക്ഷം വോട്ട്. 1.5 ലക്ഷം ഇല്ല, 1.21 ആണെന്ന് എൻ്റെ ഓർമ്മ. നോക്കൂ, അവിടെയാണ് 5 ലക്ഷത്തിലധികം ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്സ് ഉണ്ടെന്ന് പറയുന്നത്. ഒരേ പേരിലുള്ള ലക്ഷക്കണക്കിന് വോട്ടർമാർ, പടമില്ലാത്തവർ, വീട്ടു നമ്പർ ഇല്ലാത്തവർ, ഒരേ വീട്ടിൽ 100 കണക്കിന് വോട്ടർമാർ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വോട്ടർ പട്ടിക ഹോൾഡ് ചെയ്യുന്ന ഒരു ഏജൻസിയാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ, രാഹുൽ ഗാന്ധിയെ വിട്ടേക്കൂ, ആരെ വിട്ടേക്കൂ. തങ്ങളിങ്ങനെ ഒരു ഈ മട്ടിലുള്ള ഒരു പട്ടിക ഹോൾഡ് ചെയ്യുന്ന ഒരു ഏജൻസിയായിട്ട് ഞങ്ങളിവിടെ നിൽക്കുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നാണമില്ലേ? ഇവർ എന്താണ് ഈ സീരിയസ് റിവ്യൂവിനെ കുറിച്ചൊക്കെ പറയുന്ന ആളുകളല്ലേ? അവരുടെ പട്ടിക ക്ലീനപ്പ് ചെയ്യേണ്ട. അതിൽ വ്യാജ വോട്ടർമാരില്ല, അതിൽ കള്ള വോട്ടർമാരില്ല, ബ്രസീലിയൻ വോട്ടർമാരില്ല. ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങളെന്താ ഇത് ഫ്ലാഗ് ചെയ്തില്ല, നേരത്തെ പറഞ്ഞില്ല എന്നൊരൊറ്റ ഒരു പ്രസ്താവന കൊണ്ട് അത് മതി എന്നൊരു ആത്മവിശ്വാസം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ചില്ലറ സംഗതിയല്ല. രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ മുഴുവൻ ഇതിനേക്കാൾ ഭീകരമായി എക്സ്പോസ് ചെയ്തെന്ന് വിചാരിക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ പാർട്ടി എന്ന് പറയുന്നത് വേറൊരു പാർട്ടിയാണ്. ഇപ്പം എന്താ സംഭവിച്ചത്? ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് ബ്രസീലിയൻ ജനതാ പാർട്ടിയായി മാറി എന്ന് ആൾക്ക് തോന്നാവുന്നത്. ഇത് ഇങ്ങനെ കേരളത്തിൽ അതിനേക്കാൾ ഭീകരമാണ്. ഇത് കേരളത്തിൽ വേണം ഭാരതീയ ജിന്ന് പാർട്ടി എന്ന് പറയുന്ന അവസ്ഥയിലാണ്. എവിടുന്നൊക്കെ ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങൾ വിജയിപ്പിക്കുമെന്നാണ് പറഞ്ഞത്.